നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഇപ്പോഴത്തെ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ വെക്കേണ്ട ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ഔഷധത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് മറ്റൊന്നല്ല, സീലിയം ഹസ്ക്, ഇസബ്ഗോൾ എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ ക്ലീൻ ചെയ്യാൻ, വയറിന്റെ ശോധനയ്ക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ വയറ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല, മറ്റ് പല രോഗങ്ങൾക്കും വളരെ നാച്ചുറൽ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണിത്. എന്നാൽ ഇത് ശരിയായിട്ടുള്ള അളവിൽ, ശരിയായിട്ടുള്ള കോമ്പിനേഷൻസിന്റെ കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ ശരിയായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഇസബ്ഗോൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്ന 6 ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ശരിയായിട്ടുള്ള അളവ്, എത്ര അളവിൽ നമുക്കിത് കഴിക്കണം, ഏതൊക്കെ പ്രൊപ്പോർഷന്റെ കൂടെ നമ്മൾ ഇത് കഴിക്കേണ്ടത്, ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കും. ഈ ഒരു ഇസബ്ഗോൾ എവിടെ നിന്നാണ് ലഭിക്കുന്നത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പ്ലെന്റാക്കോ ഓവേട്ട എന്നാണ് നമ്മളിതിനെ പറയാ. അശ്വഗോള എന്ന് ആയുർവേദത്തിൽ നമ്മളിതിനെ പറയും. ഇതിന്റെ കുറച്ചൊരു ആയുർവേദിക് പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ്. ഗുരു അതുപോലെ തന്നെ സ്നിഗ്ധ പ്രോപ്പർട്ടിയാണ്. ഗുരു എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹെവിയാണ്, ചെറിയൊരു സ്റ്റിക്കിനെസ്, ഒരു സ്ലൈമി നേച്ചർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇനി നമ്മളിത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന മേജർ ആയിട്ടുള്ള 6 ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ, വളരെ കോമൺ ആയിട്ട് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള കാര്യങ്ങളില്ലേ. നമ്മുടെ വയറ് ക്ലീൻ ആയാൽ തന്നെ ഒട്ടുമിക്ക രോഗങ്ങളും, അതായത് അൾസർ പോലെയുള്ള കാര്യങ്ങൾ, ദഹനം നന്നായിട്ട് കൂടും, വിശപ്പ് നന്നായിട്ട് കൂടും എന്നിങ്ങനെ പറയുന്ന മറ്റു പല ചേഞ്ചസും നടക്കും. അപ്പൊ ഈ മലബന്ധത്തിന്, നിങ്ങൾക്കിപ്പോ മലം നന്നായിട്ട് ഹാർഡായിട്ട് പോകുന്ന ആളുകളാണ്, മലം പോയി കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇസബ്ഗോൾ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ മലത്തിന് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് പുറത്തു പോകാനായിട്ട് സഹായിക്കുകയും ചെയ്യും. എങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ ആയിട്ട്, ആദ്യം നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വളരെ ഡോസ് കുറച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പതുക്കെ പതുക്കെ അതിന്റെ ഡോസ് കൂട്ടാനും നിങ്ങൾ ചെയ്യാം. ഇതെങ്ങനെ കഴിക്കണം നോക്കി കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ചൂടുവെള്ളം വേണ്ട, ചൂടാറിയിട്ടുള്ള ഒരു നോർമൽ ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ നിങ്ങൾ ആദ്യത്തെ ദിവസം 1/2 ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കാം. മിക്സ് ചെയ്തിട്ട് ഒരിക്കലും കൂടുതൽ സമയം വെക്കരുത് കേട്ടോ. കാരണം അത് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ വളരെ തിക്കായിട്ട് മാറും, അത് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ മിക്സ് ചെയ്ത് അപ്പം തന്നെ നിങ്ങൾ ഇത് കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു 1/2 ടീസ്പൂൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നോക്കുകയാണെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങൾക്ക് വരെ കഴിക്കാം. അതായത് ഒരു 10 ഗ്രാം വരെ നിങ്ങൾക്ക് കഴിക്കാം. അതിലും കൂടുതലായിട്ട് നിങ്ങൾ കഴിക്കരുത്. ഇനി രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് മലബന്ധം നന്നായിട്ട് കൂടുതലായിട്ട്, പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഫിഷറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, മലദ്വാരത്തിന്റെ ഭാഗത്ത് എരിച്ചല്, പുകച്ചില്, അല്ലെങ്കിൽ ബ്ലഡ് നന്നായിട്ട് പോവുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇസബ്ഗോള്. ഇതെങ്ങനെ കഴിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ, രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ ഇസബ്ഗോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ചൂടുവെള്ളം വേണ്ട, ചൂടാറിയിട്ടുള്ള നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത് കഴിക്കാം. ഇത് എന്താ സഹായിക്കാൻ നോക്കി കഴിഞ്ഞാൽ, പിറ്റേ ദിവസം ആകുന്ന സമയത്ത് മോഷൻ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് പോകും. അപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മോഷൻ, മലബന്ധം കൂടുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പൊ മലത്തിനെ നന്നായിട്ട് ലൂസ് ആയിട്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ ഹീലാവാനായിട്ട് തുടങ്ങും. ഇനി പൈൽസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. കാണുന്നുള്ളവർ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണും. ഇനി മൂന്നാമത്തെ ഒരു യൂസ് ആണ് വെയിറ്റ് ലോസ്. ഈ ഇസബ്ഗോളിലുണ്ടല്ലോ ഫൈബറിന്റെ കണ്ടന്റ് നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് പതുക്കെ ഒന്ന് വീർത്ത് വരും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചാൽ എന്താ ഉണ്ടാകുക, നമ്മുടെ വയറ് നന്നായിട്ട് വീർത്തിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് നന്നായിട്ട് കുറയാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ക്രേവിങ്സ് കൂടുതലാണ്, ഇപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നിങ്ങൾക്ക്. നിങ്ങൾ ഉണ്ടല്ലോ രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ, ഇപ്പൊ നിങ്ങൾക്ക് മലബന്ധത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോസ് കുറച്ചെടുക്കാം. പക്ഷെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോസ് നിങ്ങൾക്ക് 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഉപയോഗിക്കാവുന്നതുമാണ്. അപ്പൊ ഇതെങ്ങനെ കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ, ഭക്ഷണത്തിന് മുന്നേ നിങ്ങൾ
1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ, നോർമൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഭക്ഷണത്തിന് മുന്നേ നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ ഇതിങ്ങനെ കഴിക്കുന്നതിലൂടെ എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വിശപ്പ് നന്നായിട്ട് കുറയും. കൂടുതലായിട്ടുള്ള ഒരു മഞ്ചിങ് ഇല്ലേ, അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ എന്തെങ്കിലും ശരീരത്തിൽ വേസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഫ്ലഷ് ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇസബ്ഗോൾഡ്. ഇനി അടുത്തതായിട്ട് ഇസബ്ഗോൾഡ് ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഈ കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിന് നന്നായിട്ട് ചൂട് കൂടുതലായിട്ട് നിൽക്കുകയാണ്, ആസിഡ് നന്നായിട്ട് റിഫ്ലക്സ് ചെയ്ത് വരുന്ന ഒരു കണ്ടീഷനാണ്, വയറിൽ എന്തെങ്കിലും അൾസർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും ഇസബ്ഗോൾഡ് യൂസ് ചെയ്യാം. കാരണം ഈ പറഞ്ഞ ചൂടിനെയും ആസിഡിനെയൊക്കെ പുറത്ത് കളയാനായിട്ട് ഇത് സഹായിക്കും. എങ്ങനെ ഉപയോഗിക്കണം എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ മൺപാത്രത്തിലുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള വെള്ളം എടുക്കാം. ഒരു ഗ്ലാസ് നിങ്ങൾ മൺപാത്രത്തിലത്തെ വെള്ളം എടുക്കുക, കാരണം അത് ഓട്ടോമാറ്റിക്കലി കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ ഇസബ്ഗോൾ മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂണിലേക്ക് നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ കൽക്കണ്ടം ഉണ്ടല്ലോ, കൽക്കണ്ടം ഒരു കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഒരു 1/4 ടീസ്പൂൺ കൽക്കണ്ടം കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത്, രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്ക്, ഏത് സമയത്താണ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിക്കാം. ഭക്ഷണത്തിന് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം നോക്കുകയാണെങ്കിൽ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നെയാണ്. ഇത് പിറ്റേ ദിവസം നമ്മുടെ മോഷൻ ഫ്ലഷ് ആകുന്നതിലൂടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെയും പുറത്തു കളയാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ആണ് ബ്ലീഡിംഗ് ഡിസോർഡർ ആയിട്ടുള്ള കണ്ടീഷൻസ്. അതായത് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ബ്ലീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, എപ്പിസ്റ്റാസിസ്, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നവരാണ്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് സ്ത്രീകൾക്ക് ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പൈൽസിന്റെ സമയത്ത് അല്ലെങ്കിൽ ഫിഷറുള്ള കണ്ടീഷൻസിന് നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെ പറയുന്ന ശരീരത്തിലേക്ക് ബ്ലീഡിംഗ് കണ്ടീഷൻസിനും നമുക്ക് ഈ ഒരു കാര്യം എടുക്കാം, ഇസബ്ഗോൾ എടുക്കാം. എങ്ങനെയാണ് ഇതിന്റെ വിധി എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ഹീറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എടുത്തില്ലേ, ഒരു ഗ്ലാസ് മൺപാത്രത്തിന്റെ വെള്ളം എടുക്കുക, ശേഷം അതിലേക്കൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അത്രമാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡോസ് കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഡോസ് കുറച്ചിട്ട് അതിലെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കൽക്കണ്ടം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലീഡിംഗ് ഡിസോർഡർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ ഒരു കാര്യം എടുത്തു വരാം. ഇപ്പൊ നിങ്ങൾക്ക് മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരികയാണ്, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ ദിവസത്തിൽ ഒരു 2-3 വട്ടമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. മലബന്ധത്തിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ രാത്രി നിങ്ങൾ കുറച്ചൊരു ഡോസ് കൂട്ടിയെടുക്കുന്നത് പിറ്റേ ദിവസം നിങ്ങളുടെ മോഷൻ നന്നായിട്ട് ഫ്ലഷ് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇസബ്ഗോളിന്റെ മറ്റു പല ഗുണങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇൻസുലിൻ സ്പൈക്കിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ശരീരത്തിലെ LDL, ചീത്ത കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യുക, BP-നെ കൺട്രോൾ ചെയ്യുക, വെയിറ്റ് ലോസ് എന്നിങ്ങനെ പറയുന്ന ധാരാളം ഗുണങ്ങളും ഇസബ്ഗോൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും കേട്ടോ. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റ് സ്റ്റൈലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം. കാരണം ഏത് ഔഷധമാണെന്ന് പറഞ്ഞാലും ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ലേ, പക്ഷെ ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക വേണം. ഇനി ഏത് മരുന്നും എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഇസബ്ഗോൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഡോസ് കുറച്ച് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ, അതിന് കൂടുതൽ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത്. കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ് ഈ ഒരു കാര്യം. അപ്പൊ നമ്മുടെ അഗ്നിനെ നന്നായിട്ട് കുറയ്ക്കും. അഗ്നി നന്നായിട്ട് കുറയുന്ന സമയത്ത് ധാരാളം ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കരുത് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ പോവുകയാണെങ്കിൽ 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആവശ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ കഴിക്കാനും കൂടി നോക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കരുത് കേട്ടോ. കാരണം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ തിക്കായിട്ട് മാറും. തിക്കായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കഴിക്കുകയാണെങ്കിൽ വയറിന് കുറച്ച് ഹെവി ആയിട്ട് നമുക്ക് തോന്നും. ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങളും വയറിൽ ചില സമയത്ത് വേദന ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്ര വെള്ളത്തിലെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇത്ര വെള്ളത്തിലെങ്കിലും. ഡോസ് കൂട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നിങ്ങൾ കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. ഇസബ്ഗോൾ കഴിച്ചതിന് ശേഷം വയറിൽ ബ്ലോട്ടിങ് പോലെയുള്ള കാര്യങ്ങളുണ്ട്, വയറിൽ വേദന പോലെ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് അലർജി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്ന്, എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും എല്ലാവർക്കും സ്യൂട്ട് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേറെയും കുറെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഉണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി എത്ര നാൾ നമുക്കിത് യൂസ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ഇതിനൊരു ഫിക്സ് ആയിട്ടുള്ള ഒരു ഡ്യൂറേഷൻ ഇല്ല കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടിനനുസരിച്ചും ഈ ഒരു കാര്യം യൂസ് ചെയ്യാം.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചു എന്ന് വിചാരിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് മലബന്ധം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ രസഗോള ഉണ്ടല്ലോ ഒരു 6 മുതൽ 7 ദിവസം വരെ ഒരാഴ്ചത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടും ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾ ഡെയിലി നിങ്ങൾ കഴിക്കാം. പതുക്കെ പതുക്കെ നിങ്ങളുടെ പ്രശ്നം മാറി എന്ന് കാണുന്ന സമയത്ത് പതുക്കെ നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്നും തുടർച്ചയായിട്ട് നിങ്ങൾ യൂസ് ചെയ്യരുത്. ഇതിനൊരു അഡിക്ഷൻ ഉണ്ടാകരുത്. അതെനിക്ക് പ്രത്യേകിച്ചും കൂടി പറയാനുണ്ട്. കാരണം കുറെ ആൾക്കാർ പറയാറുണ്ട് ഇസബ്ഗോൾ കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ എന്റെ വയറ്റിൽ നിന്ന് പോവില്ല. അതൊരു അഡിക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ഒരു അഡിക്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ റുട്ടീനിലും നിങ്ങളുടെ കാര്യങ്ങളിലും എല്ലാത്തിലും നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് ഈ പറയുന്ന റെമഡീസ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിപ്പേഷൻ ആണ്, കുറെ നാളുകൾക്ക് തീവ്രമായിട്ടുള്ള മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 2-3 ആഴ്ച അടുപ്പിച്ച് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക, കുറച്ച് ഡോസ് കൂട്ടിയിട്ട്. പതുക്കെ പതുക്കെ കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുക, കണ്ടിന്യൂസ് ആകരുത്. ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ 1-2 വട്ടമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതുമാണ്. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇസബ്ഗോളിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സും പ്രോപ്പർ ആയിട്ടുള്ള കോമ്പിനേഷൻസും അളവുകളും എല്ലാം എല്ലാ ആളുകൾക്കും ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുകയാണ്. എവിടെ നിന്ന് വാങ്ങും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറുകളിലും പല ആയുർവേദിക് കടകളിലും അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. നല്ലൊരു കമ്പനി നോക്കി വാങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. പറ്റുന്നതാണെങ്കിൽ ഞാൻ കുറച്ച് കമ്പനീസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം, കാട്ടിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നാണെങ്കിലും വാങ്ങാം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കടയിലാണെങ്കിലും വാങ്ങാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റ് രൂപേണ അറിയിക്കാനും കൂടി ശ്രദ്ധിക്കണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.